കോൾസൺസ് കോക്ക് ടൂറിസ്റ്റ് ഫാമിലി. ആഹാ, എന്താ ഒരു പടം! വളരെ ചെറിയൊരു സിനിമ. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമെന്ന് അറിയാം. നല്ലൊരു സുഖം. സിനിമ കഴിഞ്ഞപ്പോഴും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. നല്ലൊരു കൊച്ചു സിനിമ കണ്ടതിൻ്റെ ഒരു സുഖമില്ലേ. അഭിഷാൻ ജിവിന്ദാണ് ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ. ഡെബ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ, ഡെബ്യൂ ഫിലിമാണ്. പക്ഷെ അതിൻ്റെ യാതൊരു നമുക്ക് ഒന്നും, അതായത് സിനിമയാണെന്ന് പോലെ ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, കഥാപരിസരങ്ങളിലൂടെ, അവർക്കുണ്ടാവുന്ന പല എക്സ്പീരിയൻസിലൂടെ നമ്മളിങ്ങനെ രസിച്ച് കടന്നു പോവാം. ഇതിൻ്റെ ഡയറക്ടർ തന്നെ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ചെറുപ്പക്കാരനാണ്. ഇതൊരു ഫാമിലിയാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ ഇതിൻ്റെ കഥ മനസ്സിലാവും. ശ്രീലങ്കയിൽ നിന്ന്, സിലോണിൽ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്യുന്ന ഒരു ഫാമിലി. ശശികുമാർ, സിമ്രാൻ, അതുപോലെ മിഥുൻ സായി ശങ്കർ, അതായത് നമ്മുടെ ആവേശത്തിലെ ബിബിമോൻ. പിന്നെ ഒരു പയ്യനുണ്ട്, കമലേഷ് ജഗൻ. മുള്ളി എന്നാണ് ആ പയ്യൻ്റെ പേര്. ഇതിനകത്ത് അവൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ചിരിച്ച് മുള്ളിപ്പോവും. അതുപോലത്തെ സിറ്റുവേഷണൽ കോമഡിയാണ്. ഇതിൽ വേറെ കോമഡി കാണിക്കാൻ വേണ്ടി ഈവൻ യോഗി ബാബു വരെ. യോഗി ബാബു ഒക്കെ സാധാരണ വലിയ പടങ്ങളിൽ, വലിയ സ്റ്റാർസിൻ്റെ പടങ്ങളിൽ കോമഡി കാണിക്കാൻ വേണ്ടി മാത്രം വന്ന് ഉറപ്പിക്കലില്ലേ. യോഗി ബാബു വരെ എന്ത് രസമാണ് ഇതിലെ ഡയലോഗ്സ്. പിന്നെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഒരു സിംഗിളായിട്ടുള്ള ഒരു കോമഡി പറഞ്ഞാൽ ഫുൾ കോമഡി അങ്ങനെയില്ല, ഫാമിലി ഡ്രാമയാണ്. ഇതിനകത്ത് ഒരുപാട് അവരുടെ ഇമോഷൻസ്, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അതുമാത്രമല്ല, ഒരു കോളനിയിൽ താമസിക്കുന്ന ഇവരെല്ലാവരും കൂടെ. അപ്പോൾ അവിടെ കുറേ ഫാമിലീസ് ഉണ്ട്. ഓരോ ഫാമിലീസിനും ഓരോ കഥ പറയാനുണ്ട്. അവിടെയുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും ഒരുപാട് ഇമോഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ്. അതിനെയൊക്കെ കൂട്ടിയിണക്കി കോർത്തിണക്കിക്കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമ. ഇതിനകത്ത് പിന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരു കോമഡി വരും. ആ സിറ്റുവേഷനകത്ത് ഈ കോളനിയിൽ ഇവർ താമസിക്കുന്ന ശശികുമാർ കുടുംബം താമസിക്കുന്ന വീടിൻ്റെ താഴെ പോലീസുകാരനായിട്ട് അദ്ദേഹം ചെയ്ത ഭഗവതി പെരുമാൾ ചെയ്ത കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ മലയാളം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളായിട്ട് കാണിക്കുന്നത്. അപ്പം മലയാളത്തിൻ്റെ ചില കൾച്ചറും സാധനങ്ങളും വെച്ചിട്ട് കോമഡി അതൊന്നും വികൃതമാക്കാതെ വളരെ നൈസായിട്ട് നാച്ചുറലിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ യോഗലക്ഷ്മി ചെയ്ത കഥാപാത്രം ഈ പോലീസുകാരൻ്റെ മകളായിട്ട്, ആ കഥാപാത്രവും മറ്റേ ബിബിമോൻ്റെ കഥാപാത്രവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവരുടെ അതിന് ലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്ന സാധനമല്ലേ, അതൊക്കെ എന്ത് രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എലങ്കോ കുമാരവേലും നമ്മുടെ മലയാളത്തിലെ ഡബ്ബിങ് ആർട്ടിസ്റ്റുള്ള ശ്രീജ ഡബ് ചെയ്യാത്തത് വളരെ നന്നായി. ശ്രീജ ചേച്ചി ഡബ് ചെയ്യാത്തത് വളരെ നന്നായി. അവരുടെ മറ്റേ ബേബി ശാലിനിയുടെ പഴയ ശബ്ദം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പറയുന്നത് തമിഴിൽ വരെ ഡബ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ MS ഭാസ്കർ ചെയ്ത കഥാപാത്രം, അദ്ദേഹത്തിൻ്റെയൊക്കെ കഥാപാത്രത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര. ഒരു ചായ കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ കപ്പ് മാറ്റി ഗ്ലാസ് കൊടുക്കാൻ പറയുന്ന പൊളിറ്റിക്സൊക്കെ അത് വളരെ എവിഡൻ്റാണ്. അങ്ങനെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് റെഫറൻസസ് യൂസ് ചെയ്തത്, സോങ്സ് ആയി കഴിഞ്ഞാലും സീൻസ് ആയി കഴിഞ്ഞാലും എന്ത് രസം പറയാം. ആ പയ്യൻ, ഈ കമലേഷ്, ഒരു രക്ഷത്തെ പയ്യൻ കേട്ടോ, എന്ത് നാച്ചുറലാണ്. ഇതിൽ മമ്മട്ടിയ സോങ്, ആ ഒരു സീൻ തന്നെ കുറേ സമയമുള്ള സീനാണ്. അതെല്ലാവരും അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. ആ സീൻ അവസാനിക്കുന്നതിൻ്റെ പൊന്നെ മമ്മട്ടി അത് തിയേറ്ററിൽ കേൾക്കുമ്പോഴുണ്ടാവുന്നൊരു ഗത്തുണ്ട്. അതുപോലെ സിമ്രാൻ്റെ നമ്മുടെ ആൽത്തോട്ട ഭൂപതി, അത് ഓൾറെഡി വൈറലാണ്. അത് എന്നാ കിടുമായിരുന്നു. പിന്നെ നമ്മുടെ ദളപതി വിജയുടെ സാറേ ബന്ധ ബേക്കറി എന്ന ബേക്കറിക്കാരെ, അത് മലയാളം, അത് ഓൾറെഡി വികൃതമായിട്ട് വിജയ് മലയാളം പറഞ്ഞതാണ് ആ സിനിമയിൽ. അത് പക്ഷേ ഇതിൽ കാണിക്കുന്ന സമയത്ത് അത് ഭയങ്കര ആപ്റ്റാണ്. അങ്ങനെ തെറിയില്ല ആ സീന്. ഇങ്ങനെ കുറേ രസകരമായ മുഹൂർത്തങ്ങൾ, ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാമാറ്റിക് അല്ല. ആ സിറ്റുവേഷനകത്ത് ഉണ്ടാവുന്ന ഇമോഷൻസ്, ഒരു സാധാരണക്കാരൻ ഉണ്ടാവുന്ന ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനെ തരണം ചെയ്യുന്നത്, അതിൻ്റെ കുറേ ലേയേഴ്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇളങ്കോയിലും മറ്റേ ശ്രീജയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സാധനം, അങ്ങനെയുള്ള പിന്നെ കുറേ കൊച്ചു കൊച്ചു സീൻസ്. പക്ഷെ ഇത് ഒന്നിച്ചെടുക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമ. ഇതിൽ ഒരുപാട് വേറെ ലേയേഴ്സ് ഉണ്ട്. റെഫ്യൂജീസ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, ലവ്, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. മനുഷ്യർ ഒന്നിച്ച് നിന്നാലുണ്ടാവുന്ന ഒരു മാറ്റം, അങ്ങനെ കുറേ നന്മകളൊക്കെ ഉണ്ട്. അത് പക്ഷേ മറ്റേ ഇൻജക്റ്റ് ചെയ്യുന്ന നന്മയല്ല, ഇത് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു നന്മ, മനുഷ്യത്വം, മനുഷ്യരുടെ കൂട്ടായ്മ, സ്നേഹം. ഇതിലെ പട്ടി വരെ അതാണ്. പിന്നെ ഇദ്ദേഹം ചെയ്തൊരു ക്യാരക്ടറുണ്ട്, രമേശ് തിലക് ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ഒരു രക്ഷയില്ല, പൊള്ളിയായിരുന്നു പുള്ളി. മെയ് 1 റിലീസായിട്ടുള്ള സിനിമയാണ്. കുറച്ച് വൈകിട്ടാണെങ്കിലും നല്ല ഒരു സിനിമ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ. മേജർ ടെക്നീഷ്യൻസിനെ പറയാൻ വിട്ടുപോയി. സീൻ ഓൾഡറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഡബ്ബർ പന്തൊക്കെ ചെയ്ത അദ്ദേഹം. വളരെ ഈ സിനിമയ്ക്ക് വളരെ ആപ്റ്റായ സ്കോറിങ്. പിന്നെ 1-2 സോങ്സ് ഉണ്ട്, വളരെ ലൈറ്റായിട്ടുള്ള സോങ്സാണ്. അതിന് ലിറിക്സൊക്കെ പൊളിയാണ്.
അങ്ങനെയുള്ള സോങ്സ്. DOP അരവിന്ദ് വിശ്വനാഥൻ, എഡിറ്റർ ഭരത് വിക്രമൻ. രണ്ടും പൊളി.